അങ്ങനെ കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ചുമ്മാ റീ എൻട്രിക്ക് എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. നമ്മൾ കണ്ടിട്ട് കുറച്ച് കാലമായി അല്ലേ? എവിടെയും പോയിട്ടൊന്നുമില്ല, ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ റീ എൻട്രിക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് മറ്റാരെയല്ല, ജാതിമത ഭേദമന്യേ നമ്മൾ കേരളക്കാർ മൊത്തം സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം പൊറാട്ടയാണ്. ഇത് എൻ്റെ രണ്ടാമത്തെ പൊറാട്ട ഉണ്ടാക്കലാണ്. ആദ്യത്തെ പരീക്ഷണത്തിൻ്റെ സമയത്ത് ഞാൻ ഈ വീഡിയോ ഒന്നും എടുക്കലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത്തെ പരീക്ഷണം നിങ്ങൾക്ക് മുന്നിലാവാമെന്ന് വിചാരിച്ചു. ഇതെങ്ങനെയുണ്ട് നോക്കാം. ഞാനിതിൽ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തു. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കയ്യിൽ പറ്റി പിടിച്ചിട്ടുള്ള മാവൊക്കെ അതിലോട്ടിട്ട് നന്നായിട്ട് കൈ വെച്ച് കുഴച്ച് വെച്ചു. ചപ്പാത്തിക്കൊന്നും മാവ് കുഴയ്ക്കുന്ന പോലെയല്ല കേട്ടോ, അതിനേക്കാട്ടിലും കുറച്ചും കൂടെ വെള്ളം വേണം. ഇതിങ്ങനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണം ഇതിൻ്റെ മാവ്. അതുവരെ ഒരു വെള്ളം നിങ്ങളുടെ പാകത്തിന് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 4 ഗ്ലാസ് മൈദയ്ക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒരു 450 ഗ്രാം മൈദ ഞാൻ എടുത്തിട്ടുണ്ടാവും. ബാക്കി 50 ഗ്രാം മൈദ ഞാൻ മാറ്റി വെച്ചു, നമുക്കത് ആവശ്യമുണ്ട്. ഇതുപോലെ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മൈദ തൂവി കൊടുത്ത് നമ്മൾ കുഴച്ച് വെച്ച ആ മാവ് ഇതുപോലെ കിട്ടും. നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടുന്ന രീതിയിൽ കിട്ടും. എന്നിട്ട് അത് കൗണ്ടർ ടോപ്പിൽ ഇട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ഇത് കുഴയ്ക്കാൻ ഒരു 15 to 20 മിനിറ്റ് എടുക്കാം. 15 മിനിറ്റിൽ കുഴയ്ക്കാൻ വയ്ക്കുന്നവർക്ക് കുഴയ്ക്കാം കേട്ടോ. നന്നായിട്ട് കുഴയ്ക്കാൻ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കുഴയ്ക്കുക. അല്ല അത്ര വലിയ ശക്തിയൊന്നും ഇല്ലെങ്കിൽ ഒരു 25 മിനിറ്റൊക്കെ എടുത്തോളൂ. നന്നായിട്ട് കുഴയ്ക്കണം. ഇതിൽ വെള്ളവും മൈദയും കൂടെ നന്നായിട്ട് മിക്സായി കിട്ടണം. നന്നായി കഷ്ടപ്പെട്ടാലേ നല്ല അടിപൊളി പൊറാട്ട നമുക്ക് കിട്ടുള്ളൂ. ഈ പൊറാട്ടയും നമ്മുടെ ലൈഫും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. നന്നായിട്ട് കഷ്ടപ്പെട്ടവനെ വിജയത്തിൻ്റെ മധുരം അറിയൂ എന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മാത്രമേ ഉള്ളൂ പൊറാട്ടയുടെ നല്ല രുചി നമ്മുടെ നാവിലേക്ക് വരുള്ളൂ. ഇടയ്ക്ക് നമ്മുടെ കൈ ഒട്ടുമ്പോൾ കുറച്ച് മൈദയും കൂടെ നമുക്ക് തൂവി കൊടുക്കാം. നിലത്ത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ മൈദ തൂവുന്നത് നന്നായിരിക്കും. ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള മൈദ നമുക്കൊരു നൈഫ് വെച്ചിട്ടോ എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഇതുപോലെ അതുമായിട്ട് ഒട്ടിപ്പിടിക്കില്ല. ഓക്കെ. പിന്നെ ഇത് കുഴയ്ക്കുന്നതിലും ഒരു പ്രത്യേക ശൈലിയുണ്ട്. ഒരു വേർട്ടിക്കലായിട്ട് നമ്മളിതാ ഇതുപോലെ വേണം ഇത് കുഴയ്ക്കാൻ. ഇങ്ങനെ നീളത്തിൽ വലിച്ചു പിടിച്ച് നന്നായിട്ട് വലിവ് വെച്ചിട്ട് കുഴയ്ക്കണം. ഇങ്ങനെ വലിക്കുമ്പോഴാണ് ഈ മൈദയുടെ വലിവ് കൂടി വരിക. അതിപ്പോൾ ഈ മൈദയായാലും ഗോതമ്പായാലും ഒക്കെ അങ്ങനെയാണ്. ഓക്കെ. ഇനി നമ്മുടെ വീട്ടിൽ മാവ് കുഴയ്ക്കുമ്പോൾ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കാണ് ഇത് പിച്ചി കൊടുക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ ഒരു ഭാഗമൊന്നും അല്ല കേട്ടോ. This is Adam Elha. Today we are preparing our dinner. First, we're learning. Okay? Let's do it together. Okay? Got it. Okay. Let's start number 1. Preparing maida and mix with your hand, not spoons. Spoons is something milkier or squishier, or toy spoon have lovely day. താങ്ക് യു ആദം. Welcome. അങ്ങനെ അവൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തു. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അവൻ്റെ ഒരു ആഗ്രഹമാണ് അവൻ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ പോലെ നമ്മൾ നന്നായിട്ട് കൈവച്ചിട്ട് ഇങ്ങനെ കുഴച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ നിലത്ത് ഒട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ആ ഒട്ടിപ്പിടിച്ചതൊന്ന് മാറ്റുന്നത് നന്നായിരിക്കും. ഇനി ഇതൊരു 15-20 മിനിറ്റ് കുഴയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഈ കുഴയ്ക്കുന്ന ഇടയിൽ ഇതാവും എങ്ങനെയെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഉരുളയാക്കിയിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഒരു ഫോണിൻ്റെ ഫ്ലാഷിൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഫ്ലാഷ് കറക്റ്റായിട്ട് ഇങ്ങനെ കാണുന്ന പോലെ ആവണം.
അപ്പോഴാണ് അത് കുഴച്ചതിൻ്റെ കാര്യം റെഡിയായി എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് ഇപ്പോൾ ഫോണിൻ്റെ ഫ്ലാഷ് തന്നെ വേണമെന്നില്ല. നിങ്ങൾ ലൈറ്റിലേക്ക്, അതായത് നമ്മുടെ വീട്ടിൽ ബൾബ് കത്തിക്കുമല്ലോ, ആ ബൾബിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ അതെ ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നീട്ടുമ്പോൾ നമുക്കത് ഇങ്ങനെ കാണണം. പൊട്ടിപ്പോവാതെ ഇതിങ്ങനെ വലിക്കുമ്പോൾ കിട്ടണം. ഇതാ ഇതുപോലെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടണം. അപ്പം നമ്മളിത് കുഴച്ചത് ശരിയായി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ഇങ്ങനെ കുഴച്ചതിന് ശേഷം, അപ്പം ഞാൻ 2-3 തവണ ഇങ്ങനെ നോക്കിയതാണ്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. സംടൈം അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. കീറിപ്പോരാൻ പാടില്ല. എൻ്റെ വിരലിങ്ങനെ വെക്കുമ്പോൾ കീറിപ്പോരരുത്. അത്രേ ഉള്ളൂ സംഭവം. അങ്ങനെ ഒരുപാട് തവണ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിൽ ഫുൾ സത്യാവസ്ഥ മനസ്സിലാക്കി തരണമല്ലോ. അതാ പ്ലീസ്. ഓക്കെ, അപ്പോ ഇതാ ഇതിലിപ്പോ ഒന്നും കൂടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കുഴയ്ക്കുമ്പോഴും അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാ വിരൽ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടുന്നില്ല. അപ്പോൾ അത് ഇതാ ഇങ്ങനെ റബ്ബർ ഷേപ്പിലാവുന്നുണ്ട്. ഓക്കെ, അതങ്ങനെ മാവ് കുഴച്ച് സെറ്റായി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു ബോള് പോലെ ആക്കി ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൗളിൽ ആദ്യം കുറച്ച് നെയ്യും എണ്ണയും, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലും അതുപോലെ നെയ്യും സമാസമം മിക്സ് ചെയ്തിട്ട് അതൊരു ബൗളിലെടുത്ത് നമ്മൾ ആദ്യം ഈ ഡോ വെക്കാൻ പോകുന്ന പാത്രത്തിൽ ആദ്യം കുറച്ച് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം ഈ ഡോ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നതാണ്. അപ്പം ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു നനഞ്ഞ തുണി, വെള്ളം ഉറ്റിപ്പോകുന്നതാവരുത്, പക്ഷെ നനഞ്ഞ പോലത്തെ ഒരു തുണി അതിൻ്റെ മുകളിൽ വെച്ച് ഒരു പാത്രം അതിൻ്റെ മുകളിൽ മൂടി വെച്ച് ഒരു 2 hours, 1 hour ആണ് മിനിമം, പക്ഷേ നിങ്ങൾ മാക്സിമം ഒരു എത്ര ടൈം എടുക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ഒരു 2 hours എടുത്തോളൂ. 2 hours എടുത്തിട്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇതുപോലെ എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ കേട്ടോ. ഇന്നിപ്പോൾ കുറച്ചൊരു വോയിസ് ഓവർ കൊടുക്കുന്നതിൽ പ്രശ്നമുണ്ട്. ഈ ചെങ്ങായി ഇവിടെ വന്നിട്ടൊരു സ്വരം തരുന്നില്ല, നിങ്ങൾക്ക് തന്നെ കേൾക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിതിങ്ങനെ അടച്ചു വെക്കുക. ഇതിപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. നമ്മൾ ഇങ്ങനത്തെയൊക്കെ കുറേ കടമ്പകൾ കടന്ന് വേണം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാനും ഇതുപോലെ അതിൻ്റെ കൂടെ വീഡിയോ ചെയ്യാനും. ഓക്കെ, അങ്ങനെ ഇത് മൂടി വെച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ് സംഭവം കിട്ടി. ഇതാ ഇങ്ങനെ നീളത്തിൽ നീട്ടി വെച്ചിട്ട് ഞാനൊരു കത്തി വെച്ചിട്ട് ഇതിനെങ്ങനെ മുറിച്ചെടുത്തു. ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഹാഫാക്കിയതിന് ശേഷം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൈ വെച്ച് ഓരോ ബോളായിട്ട് എടുക്കണം. ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും കേട്ടോ. ഞങ്ങൾ തറവാട്ടിലാവുന്ന സമയത്ത് എൻ്റെ ഒരു ലൈഫിൽ ഞാൻ 2 പേരേ ഉള്ളൂ വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ടതാ പറയുന്നത് കേട്ടോ. ഒന്ന് എൻ്റെ മൂത്താപ്പ, ചെറുപ്പത്തിലുള്ള ഒരു അനുഭവമാണത്. അത് എന്ന് പറഞ്ഞാല് എൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ ഉമ്മ, മൂത്താപ്പ എന്ന് പറയുന്നത് എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠനാണ്. ആള് ഒക്കെ ലീവിന് വരുന്ന സമയത്ത് ഉപ്പയുടെ ഉമ്മയുടെ ഉമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും, തറവാട്ടിലേക്ക് വരും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് മൂത്താപ്പ ഉണ്ടാക്കാറുണ്ട് ഈ ഐറ്റം പൊറോട്ട. അല്ലാത്ത സമയത്ത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നത് തന്നെയാണ്. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ ഉമ്മയാണ് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവും, എനിക്കറിയത്തില്ല. ഇതുണ്ടാക്കുന്ന ആ സ്റ്റൈൽ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു രസമാണ്. അത് കാണുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് മനസ്സിലായെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. ഇത് ഞാൻ അവരുണ്ടാക്കുന്ന പോലെ ഒന്നും അല്ല ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ബൗളാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ നെയ്യും എണ്ണയും മിക്സ്. ഇനി ഞാൻ നെയ്യെന്നേ പറയത്തുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ നെയ്യ് മാത്രമല്ല എണ്ണയും ഉണ്ട്. അങ്ങനെ ആ മിക്സ് എടുത്തിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്ത് വീണ്ടും ഒരു 15 മിനിറ്റ് നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിൽ വിരിച്ച് 15 മിനിറ്റ് വെക്കണം.
കറക്റ്റ് 15, അത് 15 മിനിറ്റ് തന്നെ വെക്കണേ. അതിനുശേഷം നമ്മളിതാ ഇത് മാറ്റി വയ്ക്കുക. ഞാൻ ഇതൊന്ന് മാറ്റി വിടുന്നത് ഞാൻ വെച്ച തുണിയുടെ കുറച്ച് സാധനങ്ങളാകുമ്പോൾ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണേ. അങ്ങനെ അത് മാറ്റി വെച്ച് ഞാൻ വീണ്ടും കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തേച്ച്, അതായത് നമ്മുടെ ഈ മിക്സ് അങ്ങനെ ആ മിക്സ് അതിൽ തേച്ച് പിടിപ്പിച്ച് ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി തുടങ്ങുന്നത്. അതൊന്നൊരു ബൗൾ എടുക്കുക. ബൗൾ എടുത്തിട്ട് കൈ വെച്ചിട്ട് കുറച്ചും കൂടെ ആ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ ആ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. മേലെ ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഞാനിതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇതിങ്ങനെ പരത്തുന്നത്, അതായത് ദീർഘചതുരത്തിൽ ഇങ്ങനെ കൈ വെച്ച് നന്നായിട്ട് ഇതിങ്ങനെ പരത്തി കൊടുക്കുക. അത് നല്ല നൈസായിട്ട് വരുന്നത് വരെ ഇങ്ങനെ നന്നായിട്ട് കുറച്ച് എണ്ണയും നമ്മുടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെ നന്നായിട്ട് പരത്തി കൊടുക്കുക. ഞാൻ ഇത് വീശി അടിക്കുന്നില്ല, അപ്പോൾ അത് വീശി അടിക്കാത്ത പക്ഷെ കൈകൊണ്ട് നന്നായിട്ട് അടി കിട്ടുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇതിങ്ങനെ ആക്കുമ്പോൾ കീറി പോരരുത്, കണ്ടോ, അത് കീറി പോരുന്നിട്ടില്ല. അത് സെറ്റായിട്ടുണ്ട്. ഇനി അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മൈദയും തൂവി കൊടുക്കണം, എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ പറഞ്ഞാൽ എണ്ണയുടെ നമ്മുടെ മിക്സ് അത് ആദ്യം ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായി ടൈം എടുത്ത് ചെയ്യേണ്ട സാധനമാണ് ഈ പൊറോട്ട. സമയം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് ഇത് മേടിച്ച് കഴിക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെ. പിന്നെ ഇപ്പം ഞാൻ ദീർഘചതുരം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ദീർഘചതുരമായിട്ട് ചിലപ്പോൾ തോന്നണമെന്നുണ്ടാവില്ല, പക്ഷെ ദീർഘചതുരായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിങ്ങനെ പരത്തി വെച്ചതിന് ശേഷം ഒരു കത്തി എടുത്തിട്ട് ഒരു കഷ്ടിച്ച് 1 ഇഞ്ച്, അതിൽ കുറയാൻ പാടില്ല കേട്ടോ, 1 ഇഞ്ച് വീതിയിൽ ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കണം. അങ്ങനെ നെക്സ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ടേ. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ദീർഘമായിട്ട് തോന്നും, നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇത്രയും ഇതിലിട്ടിട്ടുള്ളത്. അങ്ങനെ ഇതിങ്ങനെ പരത്തി നേരെ വെക്കണം. നേരെ വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞത് മറക്കണ്ട, എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് മൈദപ്പൊടി വെതറി കൊടുക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ ലെയറായിട്ട് വരഞ്ഞു കൊടുക്കണം. ഞാൻ അത് ഒരു തവണ വരഞ്ഞ ശേഷമാണ് ഞാൻ മറന്നു പോയിരുന്നു എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ അത് അവിടെ നിർത്തി വെച്ചിട്ട് വീണ്ടും എണ്ണ അതിലേക്ക് തൂവി കൊടുത്തതാണ്. നമ്മളെ വീഡിയോയിൽ കട്ടിങ് ഒന്നുമില്ല, ഒക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ എണ്ണ ഒഴിച്ചു എന്നിട്ട് പിന്നെ കത്തി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഓക്കെ, വരഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ. അതിനുശേഷം ഈ 2 സൈഡും ഉണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ കൈ വെച്ച് യോജിപ്പിച്ച് കൊണ്ടുവരിക. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇവരെല്ലാവരെയും യോജിപ്പിച്ച് ഇങ്ങനെ പിടിക്കണം അറ്റത്ത്. എന്നിട്ട് ഇവരെ ഇങ്ങനെ നീട്ടി ചുരുട്ടി എടുക്കുക. നമ്മളിങ്ങനെ അടിച്ചിട്ട് ഇവരെങ്ങനെ ചുരുട്ടി വെക്കില്ലേ, അത് തന്നെയാണ് സംഭവം. എന്നിട്ട് ആദ്യം ഒരറ്റം ഇങ്ങനെ ചുരുട്ടി കൊടുത്തതിന് ശേഷം ഇങ്ങനെ വലിച്ചു കൊടുക്കണേ നന്നായിട്ട്. ഇതിൽ നന്നായിട്ട് പൊറോട്ട അടിക്കുന്നവരൊന്നും ഇത് കണ്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, തുടർച്ചക്കാർക്ക് ഇത് കാണാം. ഓക്കെ, എൻ്റെ ഈ തെറ്റുകളൊക്കെ മനസ്സിലാവില്ല, പക്ഷേ തെറ്റുകളിലൂടെയാണല്ലോ നമ്മൾ ശരിയാവുക, ചുമ്മാ. അപ്പം അങ്ങനെ ഇതിങ്ങനെ ചുറ്റി കൊടുക്കുക, കൈ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് ചുറ്റിയപ്പോൾ എനിക്ക് ശരിയാവാത്തതുകൊണ്ട് ഞാൻ അത് കൈ കുറച്ച് താഴേക്ക് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റുന്നുണ്ട്. ഞാൻ പൊറാട്ടടി അല്ലായിരുന്നു എൻ്റെ പണി എന്നുള്ളത് കൊണ്ടും ഇത് വല്ലാതെ റയറായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടും എനിക്കത്ര എക്സ്പീരിയൻസ് ഇല്ല. ഓക്കെ, പക്ഷെ ഞാൻ ഏകദേശം കണ്ട പോലെ ഉണ്ട്. ഇതിങ്ങനെ ചുറ്റുമ്പോൾ എനിക്ക് ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ഇത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ചുറ്റി വെക്കുന്ന ഈ പ്രോസസ്സാണ് എനിക്ക് പൊറോട്ടയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ വീണ്ടും ആ എണ്ണയുടെ മിക്സ് ഒഴിക്കുക, പുരട്ടി കൊടുക്കുക. എന്നിട്ട് നനഞ്ഞ തുണി വെച്ച് വീണ്ടും മൂടി വയ്ക്കുക. അതും ഒരു 15 മിനിറ്റ്.
അതവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഈസി ചിക്കൻ കറിയും ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാവും? അങ്ങനെ നമ്മുടെ കുക്കർ വയ്ക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക, ആദ്യം വലിയുള്ളി അരിഞ്ഞത് വഴറ്റുക, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, അതിനുശേഷം തക്കാളിയും ഇടുക, പച്ചമുളകും ഇടുക. ഇത് നന്നായിട്ട് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് അതും വഴറ്റി അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല പൗഡർ, പിന്നെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഇവയെല്ലാം ചേർത്തിട്ട് ചിക്കൻ്റെ മുകളിൽ വരെ വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് ഒരു 2-3 വിസിലടിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് തേങ്ങ എടുത്ത് അത് ചട്ടിയിലിടുക, അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇടുക, കറിവേപ്പിൻ്റെ ഇല ഇടുക, ചെറുള്ളി ഇടുക, ചെറിയ ജീരകം ഇടുക. എന്നിട്ട് നന്നായിട്ട് വറുത്ത് അതും മാറ്റി വയ്ക്കുക. ആ നേരം കൊണ്ട് നമ്മുടെ ഈ ഐറ്റം ശരിയായിട്ടുണ്ട്. അതായത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പൊറോട്ടയുടെ സെറ്റ് വെച്ചിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആദ്യം ചുരുട്ടി വെച്ച ആളെ നമ്മൾ ആദ്യം എടുക്കണം. അയാളാണ് ആദ്യമായിട്ടുണ്ടാവുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ആ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. വല്ലാതെ കട്ടി കുറയ്ക്കാതെ വേണം നമ്മൾ ഇങ്ങനെ പരത്തി കൊടുക്കാൻ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ എണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണേ, എന്നാലേ ഉള്ളൂ അത് നമുക്ക് നന്നായിട്ട് പരത്താൻ പറ്റുള്ളൂ. നമ്മളിത് വെക്കുന്നതിൻ്റെ മുന്നേ, പരത്തുന്നതിൻ്റെ മുന്നേ താഴെ, അതായത് കൗണ്ടർ ടോപ്പിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് വേണം ഇതിങ്ങനെ പരത്താനേ. അതിന് ശേഷം നമ്മുടെ ഒരു പാന് ചൂടാക്കി അതിലേക്ക് നമ്മുടെ ഈ പരത്തി വെച്ച പൊറോട്ട ഇട്ട് കൊടുക്കുക. എണ്ണ ഇതിൽ മെയിനാണ്. ഹെൽത്തി ആയിട്ട് കഴിക്കണം പൊറോട്ട എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇതിൽ നന്നായിട്ട് എണ്ണ യൂസ് ചെയ്താൽ തന്നെ ഉള്ളൂ ഇത് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ മൈദ പൊറോട്ട അത്ര വലിയ ഹെൽത്തി ഒന്നും അല്ല അല്ലേ? ഓക്കെ, ഇനിതാ ഇതിങ്ങനെ എടുത്ത് തിരിച്ചിടാം. ഇത് തിരിച്ചിടുമ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ എണ്ണയുടെ മിക്സ് ഇതുപോലെ തേച്ച് കൊടുക്കുക. ആദ്യം കുറച്ച് ചൂടിൽ ചട്ടി നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് വേണം ഇത് ഇടാൻ. അതിനുശേഷം ചൂടൊന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് പതുക്കെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇങ്ങനെ വേവിക്കുക. തിരിച്ചും മറിച്ചും ഇടുന്ന സമയത്ത് കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെ. അപ്പോൾ നമ്മുടെ പൊറോട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? അതിൻ്റെ പൊറോട്ടയുടെ ടെക്സ്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ പൊറോട്ട ജേണി. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇനി ഇതല്ല ഇതിൻ്റെ പണി. ഇതിങ്ങോട്ട് എടുത്തിട്ട് ആദ്യം ഞാൻ ഉണ്ടാക്കിയ പൊറോട്ട ആവേശത്തിന് ഞാനിങ്ങനെ തട്ടി കൊടുക്കുകയാണേ. ആ ചൂടോടുക്കനെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഞാൻ ആ പ്ലേറ്റിൽ തന്നെ ഇട്ട് ആവേശത്തിൽ അങ്ങോട്ട് തട്ടി. എന്നിട്ട് കൈ വെച്ച് ഇതുപോലെ നന്നായിട്ട് തട്ടിക്കൊടുക്കുക. ഇതാണ്ടോ ലെയറുകൾ ഇങ്ങനെ കാണുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ എൻ്റെ പൊറോട്ട? ചില കാര്യങ്ങൾ ഞാൻ ആദ്യം പരീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റാറുണ്ട്. പക്ഷെ ആദ്യം പരീക്ഷിച്ചപ്പോഴേ എനിക്ക് നല്ലൊരു രൂപത്തിലും ഭാവത്തിലും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ടൈമിലും വലിയ കുഴപ്പമില്ല. ആദ്യത്തെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്ററായി. എനിക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസം കൂടെ തന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ. ഇങ്ങനെ നല്ല ലെയേഴ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. പൊറാട്ട എന്ന് കേൾക്കുമ്പോൾ എൻ്റെ നാവിൽ ആദ്യം വരിക ബീഫ് തന്നെയാണ്. പക്ഷെ നമ്മളടുത്ത് ബീഫ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കനാണ് എടുത്തത്. അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത് എന്താണപ്പോൾ പെട്ടെന്ന് ചിക്കൻ കറി റെഡി ആയെന്ന് വിചാരിക്കണ്ട. വിസിൽ പോയതിന് ശേഷം നമ്മൾ തേങ്ങ വറുത്ത് വെച്ചത് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടെ തിളപ്പിക്കുക. അതോടെ ചിക്കൻ കറി റെഡി. ഇതാണ് എൻ്റെ ഈസി ചിക്കൻ കറി കേട്ടോ. ഇനി നമ്മുടെ പൊറോട്ട സാറിനെ പ്ലേറ്റിലോട്ട് മാറ്റുക, ചിക്കൻ കറി ഒഴിക്കുക. ഈ നേരം കൊണ്ട് ഞാൻ ഒരു ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും അതിലേക്ക് വെക്കുക, കഴിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്